കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ക്രിസ്തുവിന്റെ രക്തം, അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം നോക്കാം. ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള, ദൈവത്തിന്റെ ഈ വിശുദ്ധമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ യോഗ്യത എന്താ? യേശുവിന്റെ രക്തം എൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന അവന്റെ വിശുദ്ധിയാണ് എൻ്റെ യോഗ്യത. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് എൻ്റെ മനസാക്ഷിയെ എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? മനസാക്ഷിയെ പാപത്തിൽ നിന്നാണോ ശുദ്ധീകരിക്കുന്നത്? അല്ല. മനസാക്ഷിയെ തെറ്റുകളിൽ നിന്നാണോ ശുദ്ധീകരിക്കുന്നത്? അല്ല. മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നത് എന്താ? നിർജീവ പ്രവർത്തികളെ പോക്കി. നമ്മുടെ ഒരു ചിന്ത എന്താ? ഞാൻ നല്ലത് ചെയ്താൽ ദൈവത്തിന് മുമ്പിൽ എനിക്ക് ആക്സെപ്റ്റൻസ് ഉണ്ട്, തെറ്റ് ചെയ്താൽ ദൈവം എന്നെ തള്ളിക്കളയും. അപ്പം നമ്മുടെ പ്രവൃത്തിയിലുള്ള ആശ്രയം, നമ്മുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണോ അതിനെ എല്ലാം ബൈബിൾ വിളിക്കുന്ന നിർജീവ പ്രവർത്തികൾ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് ഞാൻ എൻ്റെ ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ആക്ഷൻസ്, എൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിഭിന്നമായി, എൻ്റെ പ്രവർത്തികൾ നല്ലതാകാം, ചീത്തയാകാം, മോശമാകാം, ഗുണമുള്ളതായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ജീവനുള്ളതാകാം, നിർജീവ പ്രവൃത്തികളാകാം, എല്ലാത്തിനെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് അവൻ്റെ രക്തമാണ് എൻ്റെ ശുദ്ധി, അവൻ്റെ രക്തമാണ് എൻ്റെ നീതി, അവൻ്റെ രക്തമാണ് എൻ്റെ യോഗ്യത എന്ന് എനിക്ക് ബോധ്യം തന്നുകൊണ്ട് ഇതാണ് എൻ്റെ യോഗ്യത. നമ്മുടെ യോഗ്യത എന്താ? യേശുവിൻ്റെ രക്തമാണ്. അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ യോഗ്യത ഒരൊറ്റ കഥയുള്ളൂ, അത് അവന്റെ രക്തമാണ്.